നമുക്കിപ്പോൾ ജെൻ വന്നില്ലേ, IBM വന്നു. IBM വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരായിട്ട് എൻ്റെ മുമ്പിൽ മീറ്റിങ്ങിന് വന്നു. അവർ പറഞ്ഞു ഫുൾ ടൈം ഇന്റേൺഷിപ്പ് ബാങ്ക് വേണം, ഞങ്ങൾ ചെറുതായി തുടങ്ങുന്നത്, 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരാം, അപ്പോൾ നമുക്ക് നിങ്ങളൊരു പോളിസി പറഞ്ഞു. ഞാൻ പറഞ്ഞു 6 മാസം വേണ്ട, നിങ്ങൾ കോഫി കഴിക്കും. അപ്പോൾ തന്നെ നമ്മൾ സ്ക്രീനിൽ ഒരു ടൈപ്പ് ഗവൺമെന്റുമായിട്ടുള്ള ടൈപ്പ് കൊണ്ട് തന്നെ വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്കിപ്പോൾ ഇന്റേൺഷിപ്പ് വേണം, ഇന്റേൺസിനെ വേണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. IBM-ന്റെ അങ്ങനെ മീറ്റിങ്ങിൽ അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു 6 മാസം കാക്കേണ്ട, നിങ്ങൾ ഈ കോഫി കുടിക്കാൻ പറഞ്ഞു. 2 മിനിറ്റിനുള്ളിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC, KTVC രണ്ടൊരാളാണെന്ന്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി VC സ്ക്രീനിൽ വന്നു, ഓൺലൈനിൽ വന്നു. ഇവരോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെ റിക്വയർമെന്റ് പറയൂ, അവർ അപ്പം എഗ്രി ചെയ്തു. ഇപ്പൊ 3200 പേര് ജോലി. അതുപോലെ കോഫി കുടിച്ചതിന്റെ വേറൊരു അനുഭവം വല്ലാതെ വൈറലായി. അത് മറ്റേ ഇപ്രോ പറഞ്ഞല്ലോ, we were applying for a breakfast food processing facility and I was sitting along with my colleagues in my meeting room. We started uploading the application with the help of a consultant. So I went for a coffee to my home, just came back and they told, sir, we got the deemed license. ഇത് ഈ പോസിറ്റീവ് ഞാൻ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പരിമിതി, ഈ നമ്മൾ എത്തേണ്ടതിനെ കുറിച്ച് പറയാം, പക്ഷെ നമ്മൾ മുന്നേറിയത് നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ എത്താനുള്ളതിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഈ നെറ്റ് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭ കെൽട്രോൺ അല്ലേ ഈ സ്ക്രൂ ഉണ്ടാക്കാൻ പോലും അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോഴാണ് ഏറ്റവും വലിയ സോണാർ അവരാണ് ചെയ്യുന്നത്, ഏറ്റവും വലിയ ഇപ്പോൾ പുതിയ തമിഴ്നാടിൻ്റെ 1000 കോടിയുടെ ഓർഡർ അവർക്ക് കിട്ടിയത്. അപ്പൊ ഇദ്ദേഹം ഈ സ്റ്റോറി എഴുതിയെങ്കിലും ഈ ആണിയെ കുറിച്ച് എഴുതുമ്പോൾ ആളും വിചാരിക്കും ഓ കേരളത്തിൽ ആണി മാത്രമുള്ള സ്ഥലത്താണ്. നിങ്ങൾ എഴുതിയത് അങ്ങനെ അല്ലെങ്കിലും ഇത് സൃഷ്ടിക്കുന്ന പ്രിസംപ്ഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം മനോരമയിൽ ആരും ഉണ്ടായെന്ന് അറിയില്ല, അവരോട് ഞാൻ പറഞ്ഞു, അവരുടെ പരിപാടി തന്നെയായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തലക്കെട്ട്. ബസ്സിന് സമയം കിട്ടിയില്ല. ഇപ്പൊ ഈ ബസ്സിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റും, ടൈം കൊടുക്കുന്നത് ഒരു കമ്മിറ്റിയാണല്ലോ, അതിൽ ഈ ബസ് ഓണേഴ്സിൻ്റെ ആളിലായിരിക്കും കൂടുതൽ, വക്കീലന്മാരും കളക്ടർമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കമ്മിറ്റി അതാണ്. അതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് ഒരു പങ്കുമില്ല. പക്ഷേ ഈ തലക്കെട്ട് സൃഷ്ടിച്ച ഈ ഡീപ്പ് പ്രിസംപ്ഷൻ തീർക്കാൻ ഞാൻ എത്ര പിന്നെ അധ്വാനിക്കണം. ഈ വിദ്യാഭ്യാസം സൃഷ്ടിച്ച ഈ പ്രിസംപ്ഷൻ മാറ്റാൻ ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു ആധികാരം ഇദ്ദേഹം എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജിയുടെ ഇതായിരുന്നു. അപ്പൊ ജി എന്ന് പറയുന്ന കമ്പനി ഇതൊന്നും ചെയ്യുന്നില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. കേരളം തെറ്റായി ഇങ്ങനെ വാദിക്കുന്നു, അതിന് മന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന അടുത്തതായി. അപ്പോൾ ആളുകൾ പറയും ബാക്കിയെല്ലാം ഇതേപോലെ തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ കാണുന്ന ഇപ്പം ഞാൻ മുമ്പിലിരിക്കുകയാണ്. ഇപ്പം എന്നോടൊരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞു നിങ്ങളിങ്ങനെ കടുപ്പമുള്ള വാക്കുകളൊക്കെയാണല്ലോ പറയുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ എത്ര കാലം ഇരുന്നിട്ടുണ്ട്, കുറേ കാലമുണ്ട്. ഇൻ്റർവ്യൂകൾ തന്നെ ചെയ്തിട്ടുണ്ട്, ചർച്ചയിൽ ഇരുന്നിട്ടുണ്ട്, നമ്മളൊന്നിച്ച് പൊതുപരിപാടി പങ്കെടുത്തിട്ടുണ്ടോ. അതുകൊണ്ട് ആ പരിപാടിയിൽ എപ്പോഴെങ്കിലും ഞാൻ സംസാരിച്ച് ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമുണ്ടോ? അതില്ല.